Time hand flat and continue rounding like this. See, brother? Continue rounding and make sound. This is for field. ഹലോ ഗെയ്സ്, നമ്മൾ നേപ്പാൾ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നും രണ്ടും വീഡിയോസ് കാണാത്തവർ ചാനലിൽ കയറി ആ വീഡിയോസും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോഖറയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് എത്തിയതാണ്. കാഠ്മണ്ഡുവിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം. നമ്മൾ വളരെ നേരത്തെ തന്നെ കാഠ്മണ്ഡു ബസ് സ്റ്റേഷനിലെത്തി. അവിടുത്തെ ഒരു ലോക്കൽ ബസ് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലമാണിത്. കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മൾ തമയിലേക്ക് അവിടുത്തെ ഒരു ക്യാബാണ് യൂസ് ചെയ്തത്. ആ ക്യാബിൽ കയറി ഷെയർ ചെയ്തിട്ടാണ് പോയത്. വളരെ നേരത്തെ തന്നെ തമയൽ മാർക്കറ്റിൽ എത്തിയതുകൊണ്ട് അവിടുത്തെ കടകളും സ്ഥാപനങ്ങളും ഒക്കെ തുറന്നു വരുന്നുള്ളൂ. ഹോട്ടലിൽ റൂമിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ 6 മണിക്ക് കയറിയാൽ 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഗ്യാസ് ലൈറ്റർ വെച്ച ഒരാൾ ആടിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാണ്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട് വഴിയിലുടനീളം. നല്ല വൈബുള്ള പ്ലേസാണ്. അവിടെ നമ്മൾ സ്വയംഭൂനാഥ് ക്ഷേത്രത്തിലേക്കാണ് യാത്ര തിരിച്ചത്. ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നു പോകാമെന്നാണ് നമ്മളെ തീരുമാനം. കാരണം അവിടുത്തെ ടാക്സിയൊക്കെ നല്ല ഫെയർ ആട്ടോ. പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ കണ്ടു. ഊടുവഴികളിലൂടെയൊക്കെ ആട്ടോ നമ്മളെ യാത്ര. ഒരു കുരങ്ങൻ ഇങ്ങനെ ലൈനിൻ്റെ മുകളിൽ കൂടി പോകുന്നുണ്ട്. കൗതുകം തോന്നിയപ്പോൾ ഒന്ന് ഇതിൻ്റെ ഭാഗമാക്കിയതാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം, ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഒരു മലയാള സിനിമേൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിഷ്വൽസ് നമ്മളെ മലയാളികളെ പരിചയപ്പെടുത്തിയ ഒരു ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ ഏതാണ് ആ സിനിമ എന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ധാരാളം പടവുകൾ കയറിയിട്ട് വേണം ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ. രണ്ട് സൈഡിലും ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷ്ഠകളും ബുദ്ധൻ്റെ പ്രതിമകളും ഒക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് വളരെ പരിചയമുണ്ട്. നമ്മൾ അക്കോസേട്ടൻ്റെ സ്വന്തം സ്ഥലമാണ്. പക്ഷേ അന്നത്തെ ആ ഒരു ചിത്രീകരണ കാലഘട്ടത്തിലുള്ള വിഷ്വലിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നേപ്പാളീസും ഉണ്ട്, അതേപോലെ ഫോറിനേഴ്സും ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. 100 രൂപ കേട്ടോ ഈ ഒരു പോർഷന് വരുന്നത്. നമ്മളെ നാട്ടിൽ 20 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സംഭവമാണ്. പക്ഷെ അവിടെ അതേ വകുപ്പുള്ളൂ. എല്ലാ കടകളിലും ഒരു തെറ്റാലി ഉണ്ടാവും. കുരങ്ങന്മാരെ മെയിൻ ഏരിയ ആണത്. അവിടെ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയപ്പം ഒരു ഫാമിലീൻ്റെ നടുക്ക് കുടുങ്ങി. ഇവരൊരു ഇന്ത്യൻ ഫാമിലിയാണ്. അവിടെ കച്ചവടം ചെയ്യാണ്. മെഡിറ്റേഷൻ, ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഒന്നുമല്ല അത്. പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് പോയതാണല്ലോ. ഡോളറൊക്കെ കൺവേർട്ട് ചെയ്ത് വരുന്നവർക്ക് ചിലപ്പോൾ ഇത് വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം അത്രയും നമുക്ക് അത്രയും വാല്യൂ കൊടുത്ത് അത് വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവും. മുകളിലോട്ട് കയറി പോകുന്നതിനനുസരിച്ച് അവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി ഭംഗിയായി വരുന്നുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, പ്രതിഷ്ഠകളും മറ്റുമൊക്കെ എണ്ണം വർദ്ധിച്ച് വരുന്നുണ്ട്. ഒരു ഏരിയയിൽ എത്തിയപ്പോൾ കയറ്റം നല്ല കുത്തനെയായിട്ടുണ്ട്. അവിടെ അവർ പിടിക്കാൻ വേണ്ടി ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഹില്ലിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു പ്രതീതിയാണത്. അതിൻ്റെ മുകളിലാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് താഴോട്ട് നോക്കുമ്പം തന്നെ പേടിയാവും കേട്ടോ. ഇന്ത്യൻസിന് അവിടെ ടിക്കറ്റ് വേണം. ഇന്ത്യൻസിന് മാത്രമല്ല ഫോറിനേഴ്സിനൊക്കെ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ നേപ്പാളിയാന്ന് പറഞ്ഞ് ഓടിക്കേറിയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലഗേജ് ഉള്ളത് കൊണ്ടാണ് സീനായത്. നല്ല അടിപൊളി ഒരു ക്ഷേത്രം, നല്ല ആംബിയൻസ് ആണ്. അവിടെ വന്നിട്ട് കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് ഓരോരോ ആളുകൾ ചെയ്യുന്നുണ്ട്. ചിലർ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇവിടെ ചെരുപ്പ്, വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. കാഠ്മണ്ഡു നഗരത്തിലേക്കുള്ളൊരു വ്യൂ പോയിന്റ് കൂടി ആട്ടോ ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നഗരം മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്മാരും അതേപോലെ തന്നെ കുറേ കുരങ്ങന്മാരും ഉണ്ട് അവിടെ. കുറേ സായിപ്പന്മാർ അവിടെ വരി നിന്ന് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നുണ്ട്. അതേപോലെ അവിടുത്തെ ആളുകളും അവിടെ വരി നിന്ന് ഓരോരോ ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ഐതിഹ്യങ്ങളുണ്ട്. കുട്ടികളുണ്ടാകാൻ വേണ്ടി സായിപ്പന്മാർ വരെ വന്ന് അവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ട്. അവിടുത്തെ മെയിൻ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ സായിപ്പന്മാരെ മുളകിടുക എന്നുള്ളതാണ്. കരകൗശല വസ്തുക്കൾക്കൊക്കെ നാട്ടിലില്ലാത്ത വിലയാണ്. പക്ഷെ അവരോട് അത് സംഭവമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ പൈസ കൊടുത്ത് വാങ്ങും. ഇതൊരു മാല ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നല്ല രീതിയിൽ ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. നമ്മളവിടുന്ന് താഴെ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അവിടെ ഒരു ക്ലൈംബിംഗ് ഒക്കെയാണ്. അത് അവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് ഒരു മത്സരമൊക്കെ പോലെ ഒരു ഗെയിമൊക്കെ ആയിട്ട് അവർ നടത്തുന്നതാണ്. പോക്ര പോലെയല്ല കാഠ്മണ്ഡു. 24 hours ഉണർന്നിരിക്കുന്ന ഒരു നഗരമാണ്. ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് റഷും ഉള്ളൊരു സ്ഥലമാണ്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് സൈഡിൽ കുറേ ഷോപ്പുകൾ അടയ്ക്കും. എന്നാലും
ഡാൻസ് ബാറുകളും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് അധികം ഫുഡ് കഴിക്കാറില്ല. അതിൻ്റെ ഊടുവഴികളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അവർ റെഗുലർ കസ്റ്റമേഴ്സിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നവരാണ്. നല്ല ക്വാളിറ്റി ഉണ്ടാവും, അഫോർഡബിൾ പ്രൈസും ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നാവും. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും നോക്കണ്ട, വാരിക്കോരി തന്നോളി. താങ്ക് യു ഫോർ വാച്ചിങ്.